പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ വീട്ടുമുറ്റത്തേക്ക് വന്നപ്പോഴാണ് വിനോദിനി എന്ന 9 വയസ്സുകാരുടെ മുഖത്ത് ഒരു ആശ്വാസവും പിന്നെ പുഞ്ചിരിയും പടർന്നത്. വിനോദിനി ഒരു നിമിഷം പതുക്കെ തൻ്റെ വലത് കൈ നീട്ടി മുന്നിൽ അച്ഛനെപ്പോലെ കരുതുന്ന ആ മനുഷ്യൻ്റെ കൈവിരലിൽ തൊട്ടു. ഇനി ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയത് സാധിച്ചപ്പോൾ വിനോദിനിക്ക് പുഞ്ചിരി. വി ഡി സതീശന് താൻ പറഞ്ഞ വാക്ക് പാലിച്ചെന്ന തൃപ്തിയും. വിനോദിനിയുടെ ആ നീട്ടിയ വലത് കൈ ഒരു കൃത്രിമ കൈയായിരുന്നു. ആ കൈ ഘടിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയതും അത് യാഥാർത്ഥ്യമാക്കിയതും വി ഡി സതീശനും. തൻ്റെ കൃത്രിമ കൈയിൽ ഒരു പിടി പൂക്കളും വിടർന്ന പുഞ്ചിരിയുമായാണ് വിനോദിനി തന്നെ കാണാനെത്തിയ പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ചതും. സർക്കാർ സംവിധാനങ്ങൾ കൈവിട്ടപ്പോൾ വിനോദിനി എന്ന 9 വയസ്സുകാരിക്ക് കൈത്താങ്ങുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. നടപടിക്രമങ്ങളുടെ നൂലാപാലകൾ ഏതുമില്ലാതെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വിനോദിനിയുടെ നഷ്ടപ്പെട്ട കൈയുടെ സ്ഥാനത്ത് കൃത്രിമ കൈ ഘടിപ്പിച്ചു. ആശുപത്രിയുടെ പിഴവിന് ആ കുഞ്ഞിന് നൽകേണ്ടി വന്നത് തൻ്റെ വലത് കൈയായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 24-നാണ് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ വിനോദിനിക്ക് വീണ് പരിക്കേറ്റത്. ആദ്യം എത്തിച്ചത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക്. ചികിത്സയ്ക്കിടെ വിനോദിനിയുടെ വലത് കൈയിൽ ശക്തമായ നീർക്കെട്ടുണ്ടായി. സ്ഥിതി ഗുരുതരമായതോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും അണുബാധ സ്ഥിതി ഗുരുതരമാക്കിയിരുന്നു. നന്നായി പടം വരച്ചിരുന്ന വിനോദിനിക്ക് വലത് കൈ നഷ്ടമായതോടെ ചായക്കൂട്ടുകളെല്ലാം നൊമ്പരമായി. സ്കൂളിൽ പോകാൻ വിനോദിനി വിസമ്മതിച്ചു. ഇതോടെയാണ് മാധ്യമങ്ങളുടെ വാർത്തയറിഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ ഫോൺ കോൾ എത്തിയത്. പിന്നീട് കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയുടെ സഹായത്തോടെ കൃത്രിമ കൈ വച്ചുപിടിപ്പിച്ചു. പ്രായമേറുന്നതനുസരിച്ച് ഭാവിയിൽ വിനോദിനിയുടെ കൃത്രിമ കൈക്ക് രൂപം മാറ്റം വേണ്ടി വരുമ്പോൾ അതിനുള്ള ചെലവുകളും വഹിക്കാമെന്ന ഉറപ്പും പ്രതിപക്ഷ നേതാവ് ആ കുടുംബത്തിന് നൽകി. വലിയൊരു പാവുകുട്ടിയും ചോക്ലേറ്റ് ബോക്സും സമ്മാനിച്ചാണ് കൊച്ചു വിനോദിനോട് യാത്ര പറഞ്ഞ് വീണ്ടും കാണാമെന്ന് ഉറപ്പ് നൽകി വി ഡി സതീശൻ മടങ്ങിയത്.